ആ പ്രൊസീജിയർ അനുസരിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. ഇവിടെ കോർപ്പറേഷനിൽ വി.ഡി. സതീശൻ ഇറങ്ങി ഞാൻ പ്രതിപക്ഷ നേതാവാണ്, എൻ്റെ ജില്ലയാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മേയർ ഇന്നയാളാക്കണം എന്ന് എനിക്ക് പറയാൻ പാടില്ല. ഞാൻ ഇടപെടാൻ പാടില്ല അതിൻ്റെ അകത്ത്. ആ പ്രൊസീജിയറിൽ അല്ല അല്ല ഓരോരുത്തർ ഞാൻ പറയട്ടെ, ഒന്നിൽ കൂടുതൽ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? എല്ലാ സാധനങ്ങളും ഒന്നിൽ കൂടുതൽ ആഗ്രഹിക്കില്ലേ? ഇപ്പോൾ തിരുവനന്തപുരത്ത് BJP ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? അതിലൊരാളെ സെലക്ട് ചെയ്തു. അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. 2010 KPCCയുടെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന N. വേണുഗോപാൽ, അന്ന് ഒരു നിയോജകമണ്ഡലം തലത്തിലെ നേതാവായിരുന്നു ടോണി ചമ്മിണി. പക്ഷെ ആ പ്രൊസീജിയർ കഴിഞ്ഞപ്പോൾ N. വേണുഗോപാലിനല്ല വോട്ട് കിട്ടിയത്, ടോണി ചമ്മിണിക്ക് കിട്ടിയത്. ഇന്ന് അപ്പോൾ സൗമിനി ജെയിനോട് 5 കൊല്ലം മേയറായത്. നിങ്ങൾ എന്താണ് ഈ പറയണത്? ഏത് സമുദായത്തിൻ്റെ ആരാണ്? ഒരു സഭയും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. എന്നോട് പറയണമല്ലേ, ഞാൻ ഈ ജില്ലക്കാരനല്ലേ, ഞാനിവിടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ DCC പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല, ഒരു സഭയും പറഞ്ഞില്ല. ഏതെങ്കിലും ഒരാളാവുമ്പോൾ അത് ആ സഭയുടെ ഏതെങ്കിലും ഒരാളാവട്ടെ, അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവില്ലേ? ഇപ്പോൾ സൗമിനി ജെയിനോട് 5 കൊല്ലം മേയറായിരുന്നല്ലോ, 5 കൊല്ലം മേയറായിരുന്നല്ലോ. അതിനുശേഷം മറന്നുപോയാ? ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്, മനസ്സിലായില്ലേ? ആ നടപടിക്രമങ്ങൾ എന്തെങ്കിലും തെറ്റുന്ന ആർക്കെങ്കിലും പരാതി പറഞ്ഞാൽ KPCC പരിശോധിക്കും. എനിക്കൊരു റോളില്ല, ഞാൻ ഇടപെടാൻ പാടില്ല. ഞാൻ ഇടപെട്ടില്ല എന്നാണ് എനിക്കെതിരായിട്ടുള്ള ആക്ഷേപം. ഞാൻ ഇടപെടാൻ പാടില്ലാത്ത ഞാൻ ഇവിടെ ആകാത്തവരെന്നൊക്കെ പറയും. അതൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ കാണുന്ന കാലം മുതൽ പാർട്ടിയിലുള്ള ആളാണ് ഡോക്ടർ നിജി ജസ്. അവർ ഗൈനക്കോളജിസ്റ്റാണ്. ഒരു സമയത്ത് പ്രൊഫഷൻ വരെ കളഞ്ഞ് പൊളിറ്റിക്സിൽ നിൽക്കുന്ന ഒരാളാണ്. കൗൺസിലർമാരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർക്കായിരിക്കും, അവരുടെ പേരായിരിക്കും എല്ലാവരും പറഞ്ഞത്. മുകളിൽ നിന്ന് ആരെയും കെട്ടിയിറക്കാൻ പാടില്ല. അതാണ് കോൺഗ്രസിൻ്റെ പ്രൊസീജിയർ. അത് ആ സർക്കുലർ വായിച്ചാൽ വളരെ വ്യക്തമാവും. ആ സർക്കുലർ അനുസരിച്ചിട്ട് എവിടെയും നടക്കില്ല. ആ സർക്കുലർ ലംഘിച്ച് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഇടപെട്ട് അത് കറക്റ്റ്. അതെ, നിങ്ങൾ ഞങ്ങളുടെ പുറകെ നടക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ തന്നെ ആദ്യത്തെ ഈ KPCCയുടെ ഞാനൊരു കൂടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, KPCCയുടെ ഈ പ്രൊസീജിയർ അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളിവിടെ മേയറെ തീരുമാനിച്ചു. കൊച്ചിയിൽ പല മേയർമാരെയും തീരുമാനിച്ചു, നിങ്ങളെല്ലാവരും കൂടി. അതിന് നിങ്ങൾ തീരുമാനിച്ച മേയറെ ഞങ്ങൾക്ക് ആക്കാൻ പറ്റുമോ? നിങ്ങൾ എത്രയോ KPCCയുടെ ആ പ്രൊസീജിയർ പുറത്തു വരുന്നതിന് മുമ്പ് ഞാനൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ദയവ് ചെയ്ത് ഞങ്ങളുടെ മേയറെ തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന്. നിങ്ങൾ എത്ര പേരെ മേയർമാരായി തീരുമാനിച്ചു? ഓരോ മാധ്യമങ്ങളും ഓരോരുത്തരെ തീരുമാനിച്ചു. ഈ 3 പേരുടെ പേര് നിങ്ങൾ മാറി മാറി പറഞ്ഞു, ഓരോരുത്തരുടെ പേര്. ഒരാളല്ലേ ആവാൻ പറ്റുള്ളൂ, 3 പേരെയും കൂടെ ആക്കാൻ പറ്റും. അതെ, ഉറപ്പായിട്ട് വേണം, ഗൗരവത്തോടു കൂടി വേണം, ഉറപ്പായിട്ട് വേണം. ഈ തിരുവനന്തപുരത്തെ BJPയുടെ സ്ഥാനാർത്ഥി VV രാജേഷിനെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആശംസ അറിയിച്ചിട്ടുണ്ട്. എന്താ പ്രതികരണം? തെരഞ്ഞെടുക്കുന്നതിന് മുമ്പാ തീരുമാനമാകുന്നതിന് മുമ്പ് തന്നെ VV രാജേഷിന് മുഖ്യമന്ത്രി ആശംസ അറിയിച്ചു? എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോൾ താങ്കൾ പറയുമ്പോഴറിയില്ല. എവിടെയെങ്കിലും ഈ മുന്നണിക്ക് അപ്പുറത്തുള്ള ഒരു കൂട്ടുകെട്ട് UDF നടത്തുമോ? ഒരു കാരണവശാലും സംഭവിക്കും. ഞങ്ങൾ കൃത്യമായ ഡയറക്ഷൻ UDF യോഗം കൂടി പറഞ്ഞു. ഞാനന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു ബന്ധവും പാടില്ല. അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ ആരെങ്കിലും ജയിച്ചു വന്നാൽ അപ്പം രാജിവെച്ചേക്കാം. അതാണ് നിർദ്ദേശം പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു ജനവിധി അട്ടിമറിക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ പാർട്ടി മുന്നണിയാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ബന്ധവും പാടില്ല. UDF പുറത്തുനിന്നുള്ള ഒരു പിന്തുണയുണ്ടാവും? ഇല്ല, അല്ല, UDF പുറത്തു നിന്നുള്ള പിന്തുണ ഉണ്ടാവും. അല്ല, BJP, CPM, SDPI തുടങ്ങിയ പാർട്ടികളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് കൃത്യമായി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവരുടെ ആരുടെയെങ്കിലും പിന്തുണയിൽ ജയിച്ചു വന്നവർ അപ്പം രാജിവെച്ചാണ്. അത് പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനമാണ്. UDF എനിക്കറിയില്ല, അത് ഞാനൊന്നുമല്ലല്ലോ സംഘടനാപരമായ നടപടി എടുക്കുന്നത്. എനിക്കറിയാൻ പാടാത്ത കാര്യം അത് ഞാൻ പറഞ്ഞില്ലേ. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇത്രയും ജയിച്ചു വന്ന് ഇത്രയും നടക്കുമല്ലേ? നിങ്ങൾ CPM-ലും ഉണ്ട് ഇതേ തർക്കം, പല സ്ഥലത്തും ഭയങ്കര തർക്കമുണ്ട്. ഇടയ്ക്ക് അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്തു മാത്രം പിടിക്കല്ലേ.